പരിശുദ്ധമായ പരിപാവനമായ സ്വഫർ മാസത്തിന്റെ ഒടുവിലത്തെ ബുധനാഴ്ചയാണ് നാളെ. ഒടുവിലത്തെ ബുധനാഴ്ച ദിവസം നാളെ ഇന്നത്തെ മഗ്‌രിബോടുകൂടി സഫർ മാസത്തിന്റെ അവസാനത്തെ ഒടുവിലത്തെ ബുധനാഴ്ച രാവ് നമ്മളിലേക്ക് വരികയാണ്. ഒരുപാട് ആളുകൾ സംശയം ചോദിക്കുന്നു, ഉസ്താദെ, സഫർ മാസത്തിന്റെ അവസാനത്തെ ബുധനാഴ്ച ഒരുപാട് നഹ്സുകൾ ഇറങ്ങുന്ന ദിവസമാണെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? അത് ഉള്ളതാണോ? മാത്രമല്ല, വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പാടില്ല, ഭാര്യയുമായിട്ട് സംസാരിക്കാൻ പാടില്ല, അതുപോലെ തന്നെ നല്ല വസ്ത്രം ധരിക്കാനോ പുതിയ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനോ പാടില്ല, നല്ല കാര്യങ്ങളൊന്നും ചെയ്യരുത്, വീട്ടിൽ തന്നെ ഇരിക്കണമെന്ന് പല ആളുകളും പ്രത്യേകിച്ച് ഞങ്ങളുടെ കാർന്നവന്മാരൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഉള്ളതാണോ? ഞങ്ങൾക്ക് പേടിയാകുന്നു. ഇങ്ങനെ ഒരുപാട് ആളുകൾ ഒരുപാട് സംശയങ്ങൾ സഫർ മാസത്തിന്റെ ഒടുവിലത്തെ ബുധനാഴ്ചയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ കൃത്യമായ മറുപടി, സഫറിൻ മാസത്തിലെ ഒടുവിലത്തെ ബുധനാഴ്ച അത് ഭയക്കേണ്ടതാണോ അതോ അത് നിസ്സാരമായി തള്ളിക്കളയേണ്ടതാണോ? ഏതാണ് അതിന്റെ കൃത്യമായ ഉത്തരം, മറുപടി? ഇൻഷാ അല്ലാഹ് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നു. അതോടൊപ്പം തന്നെ പരിശുദ്ധമായ സഫർ മാസം എന്നല്ല, എല്ലാ ദിവസവും നമ്മൾ എല്ലാ ആപത്ത്, മുസീബത്ത്, കണ്ണേറ്, സിഹ്റിനെ തൊട്ട് കാവൽ കിട്ടാൻ വേണ്ടി പ്രത്യേകമായി പറയണമെന്ന് മഹാന്മാരെ പഠിപ്പിച്ച ഹദീസിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന 5 വാചകങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പരിചയപ്പെടാം. ഒരു ആപത്തും നമ്മളെ തൊടില്ല, ഒരൊറ്റ മുസീബത്തും നമ്മുടെ പടിക്കൽ പോലും വരൂല. ഏതൊക്കെയാണ് ആ കാവലിന്റെ 5 മന്ത്രങ്ങൾ? വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. ഇത് അവസാനം വരെ കാണാനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും വിട്ടുപോവരുതേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, പടച്ച റബ്ബ് നമ്മളെല്ലാവരെയും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ദുനിയാവിൽ വിജയിക്കുന്ന, നാളെ ഖബറിൽ വിജയിക്കുന്ന, ആഖിറത്തിൽ വിജയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. എല്ലാ അപകടങ്ങളെ തൊട്ടും ആപത്ത്, മുസീബത്ത്, കണ്ണേറ്, സിഹ്ർ, മനുഷ്യന്റെ ഷർറ്, റൂഹാനിയുടെ ഷർറ്, അതുപോലെ ജിന്നുകളുടെ ഷർറ്, ശൈത്വാന്റെ ഷർറ്, മൃഗങ്ങളുടെ ഷർറ്, പക്ഷികളുടെ ഷർറ്, ഇഴജന്തുക്കളുടെ ഷർറ്, എല്ലാ ഷർറ് ബല മുസീബത്തിനെ തൊട്ടും റബ്ബ് നമ്മളെയും നമ്മുടെ വീടിനെയും നമ്മുടെ വാഹനത്തെയും നമ്മുടെ മക്കളെയും നമ്മുടെ സമ്പത്തിനെയും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധമായ സഫർ മാസം 27ആണ്. നാളെ സഫർ 28. അപ്പൊ ഇന്ന് സഫർ 27 സഫർ മാസത്തിലെ അവസാനത്തെ ചൊവ്വാഴ്ചയാണ്. കാരണം ഈ വരുന്ന വ്യാഴാഴ്ച മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടാൽ, പിറ കണ്ടാൽ വെള്ളിയാഴ്ച റബീഉൽ അവ്വൽ 1 ഇനിയിപ്പോൾ നിലാവ് കണ്ടില്ലെങ്കിൽ വരുന്ന വെള്ളിയാഴ്ച സഫർ 30 പൂർത്തിയാക്കി ശനിയാഴ്ചയായിരിക്കും റബീഉൽ അവ്വൽ 1. അപ്പോൾ സഫർ മാസത്തിന്റെ അവസാനത്തെ ചൊവ്വാഴ്ചയാണ്. അവസാനത്തെ ചൊവ്വാഴ്ചക്ക് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. സഫർ മാസത്തിലെ ഒടുവിലത്തെ ബുധൻ, സഫർ മാസത്തിലെ ഒടുവിലത്തെ ബുധനാഴ്ച നഹ്സുള്ള ദിവസമാണ്. ഒന്ന് സൂക്ഷിക്കണമെന്നാണ് മഹാന്മാര് പഠിപ്പിച്ചിട്ടുള്ളത്. അതായത് വീട്ടിൽ നിന്നും ഇറങ്ങാൻ പാടില്ല, കച്ചവടത്തിന് പോവാൻ പാടില്ല, കല്യാണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റിവെക്കണം, പെരതാമസം വെക്കാൻ പാടില്ല, സന്തോഷിക്കാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല, നല്ല ഭക്ഷണം കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നല്ല വസ്ത്രമിടാൻ പാടില്ല, വാഹനത്തിൽ പോവാൻ പാടില്ല, ഭാര്യയോട് സംസാരിക്കാൻ പാടില്ല, അലക്കാൻ പാടില്ല, കുളിക്കാൻ പാടില്ല എന്നൊന്നുമല്ല ഇതിന്റെ അർത്ഥം. കാരണം ഇന്നലെയോ പലരും വിളിച്ചിട്ട് ചോദിക്കുന്നു, ഉസ്താദെ, സഫർ മാസത്തിലെ ഒടുവിലത്തെ ബുധനാണല്ലോ വരുന്നത്, അപ്പോ അന്ന് കുളിക്കാൻ പാടില്ല എന്ന് വല്ലുമ്മ പറഞ്ഞു, ശരിയാണോ? ഉസ്താദെ, സഫർ മാസത്തിലെ ഒടുവിലത്തെ ബുധൻ വരികയല്ലേ, പുറത്തിറങ്ങാൻ പാടില്ല, പ്രത്യേകിച്ച് ഭാര്യ മക്കളുമായിട്ട് വെളിയിലേക്ക് ഇറങ്ങാൻ പാടില്ല, വീട് വിട്ട് പോവാൻ പാടില്ല എന്ന് ഉമ്മ പറഞ്ഞു, ശരിയാണോ? ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഈ ഒരു ദിവസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, സഹോദരിമാരോട്, സഹോദരങ്ങളോട് സ്നേഹപൂർവ്വം ചില കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. നഹ്സ് എന്ന് പറഞ്ഞാൽ, അതായത് അശുഭ ലക്ഷണം, നല്ലതല്ലാത്ത ലക്ഷണങ്ങൾ, നല്ലതല്ലാത്ത ചില കാര്യങ്ങൾ, നഹ്സ്. ഈ നഹ്സ് ഇസ്ലാമിൽ ഉണ്ടോ? ഇസ്ലാമിൽ നഹ്സ് ഉണ്ട്. നഹ്സ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ തൻ്റെ ജീവിതത്തിൽ ചില ദിവസങ്ങൾ നബി യാത്ര പോവാൻ തിരഞ്ഞെടുക്കാറുണ്ട്. തിങ്കളാഴ്ച ദിവസം, അതുപോലെ നിക്കാഹിന് വേണ്ടി നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ദിവസം വെള്ളിയാഴ്ച ദിവസമായിരുന്നു. എന്നാൽ ചൊവ്വാഴ്ച ദിവസം നബി തങ്ങൾ യാത്ര പോവാറില്ല. ചില സ്ഥലങ്ങളിൽ നബി തങ്ങൾ താമസിക്കാറില്ല, അല്ലെങ്കിൽ നിൽക്കാറില്ല, പെട്ടെന്ന് അവിടെ നിന്ന് പോരും. ഒരു യുദ്ധം കഴിഞ്ഞ് നബിയും സ്വഹാബിമാരും രാത്രി വൈകി ഇങ്ങനെ വരികയാണ്.
അങ്ങനെ രാത്രി ഒരു സ്ഥലത്ത് തമ്പടിച്ചു. പിറ്റേന്ന് സുബഹിയായ സമയത്ത് നബിതങ്ങൾ വേഗം സ്വഹാബിമാരെയൊക്കെ വേഗത്തിൽ വിളിച്ചുണർത്തി അവിടെ നിന്ന് പോരുകയാണ്. അപ്പോൾ ചോദിച്ചു, നബിയെ എന്താണ്, നമുക്ക് കുറച്ചുകൂടി താമസിച്ച് രാവിലെ പ്രഭാതമൊക്കെ ആയിട്ട് നേരം വെളുത്തിട്ട് പോയാൽ പോരെ? വേണ്ട, പോവാൻ ശരിയാവൂല, ഇവിടെ നിന്ന് ശരിയാവും. കാരണം മുൻകാല സമുദായ താമസിച്ചിരുന്ന അവർക്ക് ശിക്ഷ ഇറങ്ങിയ ഒരു സ്ഥലമാണിത്, അതുകൊണ്ട് നമുക്ക് ഇവിടെ നിൽക്കണ്ട എന്ന് നബി പറഞ്ഞു എന്നാണ്. അപ്പോൾ ഇങ്ങനെ നബിതങ്ങളുടെ ജീവിതത്തിൽ പോലും ചില സ്ഥലങ്ങളെ, ചില സമയങ്ങളെ നബിതങ്ങൾ സൂക്ഷിച്ചിരുന്നു. എല്ലാ അറബി മാസത്തിലും ചില ദിവസങ്ങൾ നഹ്സ് ഉണ്ട് എന്നാണ്. നഹ്സ് എന്ന് പറഞ്ഞാൽ അന്ന് ഒന്നും ചെയ്യാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല, നല്ല ഭക്ഷണം കഴിക്കാൻ പാടില്ല, വസ്ത്രം ധരിക്കാൻ പാടില്ല എന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം. ഒന്ന് സൂക്ഷിക്കൽ നല്ലതാണ്. അന്ന് നല്ല കാര്യങ്ങളെ ചെയ്യാൻ പാടില്ലെന്നല്ല, ചെയ്യുമ്പോൾ അള്ളാഹുവിൽ നിന്നും പ്രത്യേകമായി കാവൽ ചോദിക്കണമെന്നാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എല്ലാ അറബി മാസത്തിലെയും ഒടുവിലത്തെ ബുധനാഴ്ച നഹ്സ് ഉണ്ട് എന്നാണ് മഹാന്മാരായ ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നത്. പ്രത്യേകിച്ച് സഫർ മാസത്തിലെ ഒടുവിലത്തെ ബുധനാഴ്ച ഇന്നത്തെ മഗ്‌രിബോടുകൂടി നമ്മളിലേക്ക് വരികയാണ്. ഇന്നത്തെ മഗ്‌രിബോടുകൂടി സഫർ മാസത്തിലെ ഒടുവിലത്തെ ബുധനാഴ്ചയിലേക്ക് നമ്മൾ കടക്കുന്നു. നാളെ പകലാണ് സഫർ അവസാനത്തെ ബുധനാഴ്ച. നാളെ സഫർ 28ാമത്തെ ദിവസമാണ്. മഹാന്മാര് പറയുന്നു, മഹാനായ ഇമാം ശാലിയാത്തിയൊക്കെ തന്റെ കിതാബിൽ വിവരിക്കുന്നുണ്ട്, 3,24,000 ആപത്തുകൾ ഇറങ്ങുന്ന ദിവസമാണ് സഫർ മാസത്തിലെ ഒടുവിലത്തെ ബുധനാഴ്ച. മഹാനായ അബ്ദുൽ ഹമീദ് അലി അൽ ഖുദുസ് തന്റെ കൻസുൻ നജാഹി വസ്സുറൂർ എന്ന ഗ്രന്ഥത്തിൽ മഹാനവറുകൾ മസ്ജിദുൽ ഹറമിൽ മഖാമു ഇബ്രാഹിമിന്റെ ചാരത്ത് ദർസ് നടത്തിയിരുന്ന ഷാഫിഈ മദ്ഹബ് പ്രകാരം കൃത്യമായി തന്റെ ജീവിതം ചിട്ടപ്പെടുത്തിയ പണ്ഡിതനായിരുന്നു ഈ മഹാനവറുകൾ. അദ്ദേഹം പറയുന്നത്, ഇമാം ദൈറബി തന്റെ മുജറബാത്തിൽ പറഞ്ഞിരിക്കുന്നു, അതുപോലെ കശ്ഫിന്റെയും തംകീനിന്റെയും അവകാശികളായ ചില ആത്മജ്ഞാനികൾ അവർ നമുക്ക് പറഞ്ഞു തരുകയാണ്, എല്ലാ വർഷവും സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച 3,24,000 ആപത്തുകൾ ഇറക്കപ്പെടുന്നതാണ്. അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കും. അതുകൊണ്ട് തന്നെ അന്ന് അല്പം ബുദ്ധിമുട്ടേറിയ ദിവസമായിരിക്കും. അന്നത്തെ ദിവസം അള്ളാഹുവിനോട് പ്രത്യേകമായി കാവൽ ചോദിക്കണം. എല്ലാവിധത്തിലുള്ള ആപത്തുകളെ തൊട്ടും ആഫാത്തുകളെ തൊട്ടും എല്ലാവിധത്തിലുള്ള ഇടങ്ങേറുകളെ തൊട്ടും അള്ളാഹുവിനോട് പ്രത്യേകമായി കാവൽ ചോദിക്കണം, ദുആ ചെയ്യണമെന്ന് മഹാനവറുകൾ പറഞ്ഞു തരുകയാണ്. ഇങ്ങനെ ഒരുപാട് കിതാബുകളിൽ ഒരുപാട് ആത്മജ്ഞാനികൾ, ഒരുപാട് മഹാന്മാർ ഈ വിഷയം വിവരിച്ച് വെച്ചിട്ടുണ്ട്. സഫർ മാസം അവസാനത്തെ ബുധനാഴ്ച ദിവസം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആകാശ ഭൂമികൾക്കിടയിലായി ഒരു മഹാവിപത്തിനെ ഇറക്കും. അതൊരു മലക്കാണ് ചുമന്നുകൊണ്ടുവരുന്നതെന്നാണ്. ഒരു മലക്ക് ആ ഒരു വിപത്തിനെയും ചുമന്നുകൊണ്ടുവരും. എന്നിട്ട് ലോകത്തിലെ എല്ലാ സ്ഥലത്തും അത് വീതിക്കുമെന്നാണ്. അത് പലതരത്തിലുള്ള മരണങ്ങളായി, ബുദ്ധിമുട്ടുകളായി, പ്രയാസങ്ങളായി പല സ്ഥലത്തും അത് ഉണ്ടാകുമെന്നാണ്. മഹാന്മാര് പറയുകയാണ്, അന്നത്തെ ദിവസം അള്ളാഹുവിലേക്ക് ഈ ആപത്തുകളെ തൊട്ട്, ഈ മുസീബാത്തുകളെ തൊട്ട് ആരൊക്കെ കാവൽ ചോദിക്കുന്നുവോ, ആരൊക്കെ ഈ ആപത്തിനെ തൊട്ടുള്ള രക്ഷ ചോദിക്കുന്നുവോ, അള്ളാഹു തആല അവർക്ക് രക്ഷ കൊടുക്കുമെന്നാണ്. എന്നിട്ട് ഓരോ മഹാന്മാരും അവരുടെ കിതാബുകളിൽ അന്നത്തെ ദിവസം ചൊല്ലാൻ വേണ്ടി ചില പ്രത്യേകമായ വിറുതുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. പല കിതാബുകളിലും പലതരത്തിലുള്ള ദുആകൾ അന്നത്തെ ദിവസം പ്രത്യേകമായി ആപത്ത് മുസീബത്തുകളെ തൊട്ടുള്ള കാവൽ കിട്ടാൻ വേണ്ടി പല ദുആകളും പറഞ്ഞിട്ടുണ്ട്. സഫർ മാസത്തിൽ അവസാനത്തെ ബുധനാഴ്ച നഹ്സുള്ള ദിവസമാണ്. അന്ന് സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം എന്ന പരിശുദ്ധമായ സൂറത്ത് യാസീനിന്റെ സുന്ദരമായ ആയത്ത്, ഈ ആയത്ത് 330 പ്രാവശ്യം ഓതിയാൽ അന്നത്തെ വർഷം ഒരു തരത്തിലുള്ള ആപത്തും അള്ളാഹു അവനിക്ക് കൊടുക്കില്ല എന്ന് പോലും മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 330 പ്രാവശ്യം എന്താ ഓതണം? സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. സ്വർഗ്ഗത്തിൽ സ്വർഗ്ഗ അവകാശികൾ കടന്നു കഴിയുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ സ്വർഗ്ഗ അവകാശികളോട് പറയുന്ന വാക്കാണ് സലാം, സലാം, സലാം. നിങ്ങൾക്ക് രക്ഷയുണ്ടാവട്ടെ, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ, നിങ്ങൾക്ക് ശാന്തി ഉണ്ടാവട്ടെ, ഒരാപത്തോ മുസീബത്തോ ഒന്നും നിങ്ങളെ ഇനി ബാധിക്കൂല. അള്ളാഹു സ്വർഗ അവകാശികളോട് പറയുന്ന വാക്കാണ് സലാം. സ്വർഗ അവകാശികൾ പരസ്പരം കാണുമ്പോൾ പറയുന്ന വാക്ക് സലാം, നിങ്ങൾക്ക് രക്ഷയുണ്ടാവട്ടെ എന്നാൻ. അപ്പൊ പ്രത്യേകം പഠിച്ചു വെക്കുക, അന്ന് ചില ആപത്തുകൾ ഇറങ്ങും എന്ന് വെച്ചാൽ അന്നൊന്നും ചെയ്യാൻ പാടില്ല എന്നൊന്നുമല്ല പറഞ്ഞത്. നമുക്ക് ഏത് നല്ല കാര്യവും ചെയ്യാം. പക്ഷേ ഇന്ന് മഗ്‌രിബോടുകൂടി ചില പ്രത്യേകമായ ഹദീസിൽ വന്നിട്ടുള്ള
അത് എല്ലാ ദിവസവും ഓതണമെന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ ഈ സഫർ മാസത്തിൽ ഒടുവിലത്തെ ബുധനാഴ്ച രാവും നമ്മൾ ചൊല്ലണം, നാളത്തെ പകലിലും ചൊല്ലണം, മറ്റന്നാളും ചൊല്ലണം, റബീഉൽ അവ്വലിലും ചൊല്ലണം, റമദാനിലും ചൊല്ലണം, ദുൽഹിജ്ജയിലും ചൊല്ലണം. ഏത് ദിവസത്തിലും നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിൽ പറഞ്ഞിട്ടുള്ള 2-3 തസ്ബീഹുകളുണ്ട്, 2-3 ദിക്റുകളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ശേഷം നമുക്ക് പറയാം. അപ്പൊ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം എന്ന ആ ഒരു സുന്ദരമായ അതൊരു ദുആയാണ്, അതൊരു കാവലിന്റെ വചനമാണ്, അതൊരു ഖുർആനായത്താണ്. നിസ്കാരമില്ല എങ്കിലും എൻ്റെ ഉമ്മച്ചിമാർക്ക് അത് ഓതാവുന്നതാണ് ദിക്ർ എന്ന നിലയിൽ. അതുകൊണ്ട് സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം അതിങ്ങനെ പാരായണം ചെയ്യണേ. ചില ആളുകൾ ഇന്നത്തെ ദിവസം നഹ്സുണ്ട് എന്ന് പറയൽ അത് ബിദ്അത്താണ്, അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ വരും. അവർ പറയുന്നത് അവർ പൊതുവെ ഈ നഹ്സ് ഒന്നുമില്ല എന്നാണ് പറയുക. നഹ്സൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല, എല്ലാ ദിവസവും നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. അതേ ശരിയാണ്, എല്ലാ ദിവസവും നല്ലതാണ്. എങ്ങനെ? സുബ്ഹി നമസ്കാരം ഖളാ ആക്കാതെ നിസ്കരിക്കുന്ന എല്ലാ ദിവസവും ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസമാണെന്നാണ് മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം തന്നെ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, മറ്റൊരു സമയത്ത് പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി നമ്മളെ പഠിപ്പിച്ച 2 ദിക്റുകൾ, ആ ദിക്റുകൾ എല്ലാ ദിവസവും നമ്മൾ പാരായണം ചെയ്യണം, ഒരു നഹ്സും നമ്മളെ ഏൽക്കില്ല. അപ്പൊ അദ്ദേഹം നഹ്സ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, എന്നിട്ട് ആ നഹ്സ് ഇല്ലാതെയാവാൻ വേണ്ടി ചില ദിക്റുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നബി തങ്ങളുടെ ഹദീസിലുണ്ട് ലാ തീറത്ത വലാ സഫറ, പക്ഷി ലക്ഷണമില്ല, സഫറിലെ മാസത്തിന് ഒരു കുഴപ്പവുമില്ല എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സഫർ മാസത്തിനൊരു കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. കാരണം മുൻപുള്ള ആളുകളൊക്കെ നബിതങ്ങളുടെ കാലത്തിന് മുമ്പേ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, സഫർ മാസം എന്ന് പറഞ്ഞാൽ അതൊരു ദുശ്ശകുനത്തിന്റെ മാസമാണ്, അതൊന്നിനും കൊള്ളാൻ പറ്റാത്ത മാസമാണ്. സഫർ എന്ന് പറയുന്ന ഒരു പാമ്പ് നമ്മുടെ വയറ്റിലുണ്ട്, ഈ സഫർ മാസമാകുമ്പോൾ ആ പാമ്പ് നമ്മളെ കൊത്തും, നമ്മൾ മരിച്ചു പോകും. അങ്ങനെ കുറെ ഈ സഫർ മാസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. ആ അന്ധവിശ്വാസങ്ങളും ആണ് ഇല്ല എന്ന് പറഞ്ഞത്. സഫർ മാസത്തിന് യാതൊരു കുഴപ്പവുമില്ല എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. അല്ലാതെ ഈ സഫർ മാസത്തിലെ ചില ദിവസങ്ങൾക്ക് ഒരു കുഴപ്പമില്ല അങ്ങനെയല്ല. മൊത്തത്തിൽ എടുത്തു നോക്കിയാൽ നഹ്സ് എന്ന് പറഞ്ഞാൽ അതുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ചില ദിക്റുകളിലേക്ക് പ്രവേശിക്കാം. മഹാന്മാരവരുടെ കിതാബുകളിൽ ചില ദിക്റുകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മഗ്രിബോടുകൂടി പറയുന്ന ദിക്റുകളൊക്കെ എൻ്റെ ഉമ്മമാര് സ്വന്തമായി ചൊല്ലണേ. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം എന്ന ആ ഒരു സുന്ദരമായ വചനം, അത് 330 എണ്ണം പറയുന്നത്. അറിയാവുന്നയത്രയും പറ്റുന്നയത്രയും നമ്മൾ ചൊല്ലുക. ഒരു 3 പ്രാവശ്യമേ ഓതാൻ പറ്റുന്നുള്ളൂ, മതി, 3 പ്രാവശ്യം മതി. ഒറ്റ പ്രാവശ്യമെങ്കിലും ഓതണേ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. അതോടൊപ്പം തന്നെ സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്ത് എല്ലാ അപകടങ്ങളെ തൊട്ടുള്ള കാവൽ കിട്ടാൻ അല്ലാഹുവേ ഏറ്റവും നല്ല മരുന്നാണത്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ഈ ഒരു ആയത്ത് ഒരു 7 വട്ടമോ 11 വട്ടമോ കുറഞ്ഞതൊരു 3 പ്രാവശ്യമെങ്കിലും നമ്മൾ ചൊല്ലണേ, ഓതണേ. ഇന്നത്തെ മഗ്രിബ് കഴിഞ്ഞോതുക, നാളെ സുബ്ഹി കഴിഞ്ഞോതുക. അതുപോലെ തന്നെ മഹാനായ ഇമാം ഗസ്സാലി തങ്ങൾ പരിചയപ്പെടുത്തിയ, മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയ, ഹദീസിന്റെ കിതാബുകളിൽ സ്വഹീഹായി വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഇതെല്ലാ ദിവസവും ഒരു ഗുളിക കഴിക്കുന്നത് പോലെ 3 പ്രാവശ്യം രാവിലെയും വൈകിട്ടും പറയാം. അതുപോലെ അഊദു ബി കലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, ഇതും അതുപോലെ തന്നെ. പിന്നെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ഒരു വചനം ഇതും പറഞ്ഞോ, ഇതും ഒരുപാട് വട്ടം പറയുക. അതുപോലെ അറിയാവുന്ന സ്വലാത്ത് ചൊല്ലുക. മഹാന്മാർ അവരുടെ കിതാബുകളിൽ പ്രത്യേകമായിട്ട് ഒരുപാട് ദുആകൾ പറയുന്നുണ്ട്, ഒരുപാട് ദുആകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു ദുആയാണ്. ഏതാണ് ആ ദുആ? അതൊരു സ്വലാത്തുമാണ്, അതൊരു ദുആയുമാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വലാത്തൻ തുൻജീനാ ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ആഫാത്ത് وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات اللهم اسرف عنا
ശർറ മാ യൻസിലു മിനസ്സമാ വമാ യഖ്റുജു മിനൽ അർളി ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ വസല്ലല്ലാഹു തആല അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ഇതാണ് ആ ദുആ. ഇത് മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയ ദുആയാണ്. ഇതല്ലാത്ത മറ്റു ദുആകളും പല കിതാബുകളിലും നമുക്ക് കാണാം. ഇത് വളരെ എളുപ്പമുള്ള ഒരു ദുആയാണ്. ഇത് ഇൻഷാ അല്ലാഹ് ഒരു പ്രാവശ്യമെങ്കിലും ഇന്നത്തെ രാത്രിയോ നാളത്തെ പകലോ നമ്മൾ ചൊല്ലുക. അതായത് സ്വലാത്ത് ചൊല്ലി ആ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ ആപത്തുകളെ തൊട്ടുള്ള കാവലും റബ്ബേ തരണേ എന്നാണ് മഹാന്മാര് ഈ ദുആയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ ദുആ എല്ലാ ശർറ് ബലാ മുസീബത്ത് തട്ടിമാറ്റണം. ഭൂമിയിൽ നിന്നുള്ളത് ആകാശത്ത് നിന്നുള്ളത് എല്ലാത്തിനെയും നീ തട്ടിമാറ്റണം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അൽഹംദുലില്ലാഹ്. അപ്പോൾ പരിശുദ്ധമായ സഫർ മാസത്തിന്റെ ഒടുവിലത്തെ ബുധനാഴ്ച രാവ് ഇന്നത്തെ മഗ്‌രിബോടുകൂടി വരുന്നു. നാളെ ഒടുവിലത്തെ ബുധനാഴ്ച ദിവസമാണ്. വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസമൊക്കെ നമ്മളിലേക്ക് വരാനിരിക്കുന്നു. ധാരാളമായി സ്വലാത്ത് പറയുക, ധാരാളമായിട്ട് സ്വലാത്തും ദിക്റും തസ്ബീഹൊക്കെ പറയുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ എല്ലാവരെയും എല്ലാ ആപത്ത് മുസീബത്ത് കണ്ണേറ് സിഹറുകളെ തൊട്ട് അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള കാവലും അല്ലാഹു തരുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ നാട്ടിൽ അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ വീഡിയോ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട. ഒരുപാട് പേര് ദുആരക്കാൻ പറയുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യും. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല നമ്മളൊക്കെ സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.